മനുഷ്യാസ്ഥിയിൽ നിന്ന് മാരകമായ പുതിയ സിന്തറ്റിക് ലഹരി. 21കാരി പിടിയിൽ. ബ്രിട്ടീഷ് പൗരയായ ഷാർലറ്റ് മേലിയാണ് കുഷ് എന്ന മാരക ലഹരിയുമായി പിടിയിലായത്. 28 കോടി വില മതിക്കുന്ന ലഹരി താൻ അറിയാതെ ആരോ സ്യൂട്ട് കേസിൽ നിക്ഷേപിച്ചെന്നാണ് ഇപ്പോൾ കൊളംബിയയിലെ ജയിലിൽ കഴിയുന്ന ലീ പറയുന്നത്. വിമാനത്താവളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് കൊളംബോ കസ്റ്റംസ് നർക്കോട്ടിക്സ് കൺട്രോൾ യൂണിറ്റ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് കുഷ്? മണിക്കൂറുകളോളം ഉന്മാദാവസ്ഥയിൽ നിലനിർത്തുന്ന രാസലഹരി. നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ പോലും ഉറങ്ങിപ്പോകുന്ന അവസ്ഥ. ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനങ്ങൾ വരുന്നത് പോലും മനസ്സിലാക്കാനാകാതെ നടക്കുക. വൻ അപകടകാരിയാണ് കുഷ്. പലതരം മാരകമായ വസ്തുക്കളിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത്. അതിലൊരു ഘടകമാണ് മനുഷ്യന്റെ അസ്ഥി. ഇത് ഉപയോഗിക്കുന്നവരിൽ ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ചിലപ്പോൾ ഒരു സോംബി അവസ്ഥയിലേക്ക് വരെ മനുഷ്യനെ എത്തിച്ചേക്കാം. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 7 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി കുഷ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. എന്നാൽ കുഷിന്റെ ഉൽപാദനം വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ആ രാജ്യത്ത് സൃഷ്ടിച്ചതും. കുഷ് ഡീലേഴ്സ് ആയവരെല്ലാം അസ്ഥിമോഷ്ടാക്കളാകുന്ന സാഹചര്യം. ശവക്കല്ലറകളെല്ലാം മാന്തി മനുഷ്യാസ്ഥി കടത്തുന്ന ആയിരക്കണക്കിന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കുഷിന്റെ ഉപയോഗം കൂടിയതോടെ കഴിഞ്ഞ വർഷം സിയറാലിയോണിൽ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ടി വന്നു. മരണക്കെണിയെന്നാണ് പ്രസിഡന്റ് ജൂലിയസ് മാഡ ബയോ ഈ മരുന്നിനെ വിശേഷിപ്പിച്ചത്. പ്രദേശത്ത് നിന്ന് ലഹരി തുരത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. സിയറാലിയോണിൽ കുഷ് എന്ന മയക്കുമരുന്ന് ഇത്രയധികം വ്യാപകമാകാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങൾ ഇതിന് വഴിയൊരുക്കിയിട്ടുമുണ്ട്. സിയറാലിയോണിൽ ഇത് എങ്ങനെയാണ് വ്യാപകമായത്? വിലക്കുറവും എളുപ്പത്തിൽ ലഭ്യമാകലും. കുഷ് വളരെ വിലക്കുറഞ്ഞ ഒരു മയക്കുമരുന്നാണ്. ഇത് സാധാരണ ജനങ്ങൾക്കും യുവാക്കൾക്കും എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കുന്നു. കൂടാതെ ഇതിന്റെ നിർമ്മാണം താരതമ്യേന ലളിതമാണ്. അതിനാൽ കൂടുതൽ പേർക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുമുണ്ട്. വിതരണ ശൃംഖലകളും വളരെ വിപുലമാണ്. യുവജന തൊഴിലില്ലായ്മയാണ് മറ്റൊരു കാര്യം. സിയറാലിയോണിലെ യുവജനങ്ങളിൽ വലിയൊരു വിഭാഗവും തൊഴിലില്ലാത്തവരാണ്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള പരിമിതമായ അവസരങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള നിരാശ എന്നിവയെല്ലാം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുകയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് കുഷിനെയാണ്. ആഭ്യന്തര യുദ്ധാനന്തര ട്രോമയും സാമൂഹിക പ്രശ്നങ്ങളും. സിയറാലിയോൺ ഒരു ദീർഘകാല ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീകരത അനുഭവിച്ച രാജ്യമാണ്. യുദ്ധത്തിന്റെ മാനസികാഘാതങ്ങളും സാമൂഹികമായ അസ്ഥിരതയും പലരിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു മാർഗമായി കാണുന്നുണ്ട്. ഘടകങ്ങളുടെ ലഭ്യതയും നിർമ്മാണ രീതിയും. കുഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഓപ്പിയോയിഡുകളും സിന്തറ്റിക് കന്നാബിനോയിഡുകളും ചൈന, നെതർലൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ മാർഗവും കൊറിയർ വഴിയും സിയറാലിയോണിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. പ്രാദേശികമായി ലഭ്യമായ കഞ്ചാവും മറ്റു വിഷവസ്തുക്കളും ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് പ്രാദേശികമായി ചെറിയ ലബോറട്ടറികളിൽ നിർമ്മിക്കാൻ സാധിക്കുന്നത് വ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. നിയമനിർവഹണത്തിലെ ദൗർബല്യം. സിയറാലിയോണിലെ മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങളും സ്ഥാപനങ്ങളും ദുർബലമാണ്. മയക്കുമരുന്ന് കടത്തും വിതരണവും ഫലപ്രദമായി തടയാനുള്ള സംവിധാനങ്ങളും വളരെ പരിമിതവുമാണ്. കുറ്റവാളി സംഘങ്ങളുടെ പങ്ക്. പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളാണ് കുഷിന്റെ ഉൽപാദനത്തിലും വിതരണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നത്. തെരുവ് തലത്തിലുള്ള വിൽപ്പനയിലൂടെ ഇത് സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിലാണ് ലഭ്യമാകുന്നതും. പുതിയ സിന്തറ്റിക് മരുന്നുകളുടെ വരവ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ മേഖലകളിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യ സംവിധാനങ്ങൾ ദുർബലമായതും യുവജനസംഖ്യ കൂടുതലായതുമായ ഒരു പ്രദേശത്ത് ഇത്തരം മാരക മരുന്നുകൾക്ക് എളുപ്പത്തിൽ പിടിമുറുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം ചേർന്ന് സിയറാലിയോണിൽ കുഷ് ഒരു വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി മാറുകയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റ് നിർബന്ധിതനായത്. പറഞ്ഞതുപോലെ കുഷ് സാധാരണയായി സിന്തറ്റിക് കനാബിനോയിഡുകളും സിന്തറ്റിക് ഓപ്പിയോയിഡുകളും ഒരുമിച്ച് ചേർത്താണ് നിർമ്മിക്കുന്നത്. ഇതിൽ അസറ്റോൺ, ഫോർമാലിൻ, എലിവിഷം, മനുഷ്യന്റെ അസ്ഥികൾ തുടങ്ങിയ വിഷവസ്തുക്കളും ചേർക്കാറുണ്ട്.
മനുഷ്യന്റെ അസ്ഥികൾ എന്തിനാണ് ഈ മയക്കുമരുന്നിൽ ചേർക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്നാൽ ഇത് ആസക്തി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനോ വേണ്ടിയാകാം. ഇത് ഉപയോഗിച്ചതുകൊണ്ടുള്ള ശാരീരിക അവസ്ഥകൾ വളരെ മാരകമാണ്. കൈകാലുകൾക്ക് വീക്കം സംഭവിക്കാം, ഓർഗൻ തകരാറുകൾ സംഭവിക്കാം, കരൾ, വൃക്ക, ശ്വാസകോശം തുടങ്ങിയ ആന്തരാവയവങ്ങൾക്ക് ഗുരുതരമായ തകരാറുകൾ സംഭവിക്കാം. ഇത് മരണത്തിലേക്ക് നയിച്ചേക്കാം. മയക്കുമരുന്ന് ഉപയോഗിച്ച് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനാലും വൃത്തിയില്ലായ്മ കാരണവും ശരീരത്തിന്റെ മുറിവുകളിൽ അണുബാധയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത ചുമയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണ്. ഹൃദയമിടിപ്പ് കൂട്ടുക, രക്തസമ്മർദ്ദം കൂടുക, ഇത് നെഞ്ചുവേദനയ്ക്കും ഹൃദയാഘാതത്തിലേക്കും വരെ കാരണമാകുന്നുണ്ട്. മാനസികവും വൈകാരികവുമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. തീവ്രമായ ഉന്മാദം. ആദ്യഘട്ടങ്ങളിൽ ഉപയോക്താക്കൾക്ക് ഒരുതരം തീവ്രമായ സന്തോഷവും ഉന്മാദവും അനുഭവപ്പെടാം. റിയാലിറ്റിയുമായുള്ള ബന്ധം വിട്ടുപോകുന്നു. യഥാർത്ഥ ബോധം നഷ്ടപ്പെടുകയും മണിക്കൂറുകളോളം ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. മിഥ്യാഭ്രമങ്ങൾ. ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാം. പേടി, ഉത്കണ്ഠ, ഭയം. അമിതമായ പേടിയും ഉത്കണ്ഠയും ഉണ്ടാകാം. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വരുന്നുവെന്ന തോന്നൽ വരെ ഉണ്ടാകാം. മാനസിക രോഗങ്ങൾ. ദീർഘകാല ഉപയോഗം പലപ്പോഴും കഠിനമായ മാനസിക രോഗങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുന്നുണ്ട്. സിയാറ ലിയോണിലെ മാനസികാരോഗ്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവരിൽ വലിയൊരു ശതമാനവും കുഷ് ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവരാണ്. മനോനിലയിലെ വ്യതിയാനങ്ങൾ. പെട്ടെന്നുള്ള ദേഷ്യം, സങ്കടം, ഉദാസീനത തുടങ്ങിയവ ഉണ്ടാകാം. ഓർമ്മക്കുറവ്, ആത്മഹത്യാ പ്രവണതകൾ എന്നിവയും ഉണ്ടാകുന്നു. മനുഷ്യന്റെ അസ്ഥികൾ ഉൾപ്പെടെയുള്ള പല വിഷവസ്തുക്കൾ ഇതിൽ ചേർക്കുന്നതാണ് ഇതിന്റെ മാരകമായ അവസ്ഥയ്ക്ക് ഒരു കാരണമാകുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു മയക്കുമരുന്നാണ്.